റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സ്വഹീഹായ ഹദീസുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾ മദീനയിൽ വെച്ച് ഒരു തിന്മ, ഒരു അക്രമം, ഒരു അതിക്രമം, ഒരു ഏതെങ്കിലും തരത്തിലുള്ള മ്ലേച്ഛമായൊരു പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ശാപവും മലക്കുകളുടെ ശാപവും ശപിക്കുന്നവരുടെ മുഴുവൻ ശാപവും നിങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അവിടുന്ന് മദീനയെ ഒരു ഹറം ആയി പ്രഖ്യാപിക്കുകയായിരുന്നു, ഒരു വിശുദ്ധ പ്രദേശമായി പ്രഖ്യാപിക്കുകയായിരുന്നു. അവിടെ സാധാരണ സ്ഥലങ്ങൾക്കില്ലാത്ത അസാധാരണമായൊരു വിശുദ്ധിയുള്ളൊരു പ്രദേശമായി മക്കയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഹറം ആയി പ്രഖ്യാപിച്ചതുപോലെ ഞാനിതാ മദീനയെ ഒരു ഹറം ആയി നിശ്ചയിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ആ പ്രദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു ഉയർന്ന പവിത്രതയും ഒരു ഉയർന്ന വിശുദ്ധിയും നിങ്ങൾ ബോധപൂർവം ആ പ്രദേശത്തിന് കൽപ്പിച്ചു കൊടുക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും നമ്മുടെ ജീവിതം മറ്റുള്ള നാടുകളിൽ ജീവിക്കുന്നതിനേക്കാൾ പരിശുദ്ധമായിരിക്കണം, സൂക്ഷ്മതയുള്ളതായിരിക്കണം ആ പ്രദേശത്ത് ജീവിക്കുമ്പോൾ എന്ന് അവിടുന്ന് സൂചിപ്പിക്കുകയും എല്ലാം ചെയ്തു. മദീന അങ്ങനെ ആയിത്തീർന്നതിൽ വിശേഷിച്ച അത്ഭുതമൊന്നുമില്ല. എന്താണ് മദീന എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മദീനയുടെ പവിത്രതയെക്കുറിച്ച്, മദീനയുടെ പുണ്യങ്ങളെക്കുറിച്ച്, മദീനക്ക് അള്ളാഹു സവിശേഷമായി നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച്, മദീനയുടെ മഹത്വത്തെക്കുറിച്ച് എല്ലാം ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരുമാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളുടെ അടിസ്ഥാനത്തിൽ മദീനയിൽ ഒരാൾ ജീവിക്കുമ്പോൾ അയാളുടെ ആരോഗ്യത്തിലും അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിലും അയാൾ അനുഭവിക്കുന്ന കാലാവസ്ഥയിലുമെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് ഹദീസുകളിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതോടൊപ്പം മദീനയിൽ ജീവിക്കുന്നവരുടെ ഈമാനിൽ, വിശ്വാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമായി പ്രത്യേകമായ കരുത്തുണ്ടാകുന്നു, പ്രത്യേകമായ വർധനവുണ്ടാകുന്നു, അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഒരു പ്രദേശത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ പ്രദേശത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കേദാരമായി ആ പ്രദേശത്തെ നിശ്ചയിക്കുകയും എൻ്റെ വീടിനും എൻ്റെ മിമ്പറിനുമിടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിലെ തോട്ടങ്ങളിൽപ്പെട്ടൊരു തോട്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുന്ന തരത്തിൽ അതിന്റെ വിശുദ്ധിയെ ഉയർത്തി കാണിക്കുകയും എല്ലാം ചെയ്ത ഒരു പ്രദേശം. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. നമ്മൾ മുഹറം മാസം പിറക്കുമ്പോൾ ഹിജ്റ കലണ്ടറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. സ്വാഭാവികമായും നമ്മുടെ ചർച്ചകൾ ഹിജ്റയെ കുറിച്ചുകൂടി ആയിത്തീരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ നടന്നത് മുഹറം മാസത്തിൽ അല്ലെങ്കിൽ കൂടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ അതിപ്രധാനമായ ആ സംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഹിജ്റ കലണ്ടർ നിശ്ചയിക്കപ്പെട്ടത് എന്നതിനാൽ നമ്മുടെ ചർച്ച ഹിജ്റയിലേക്ക് പോകുന്നു. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മദീനയുടെ അവസ്ഥ ഇതൊന്നുമല്ല എന്ന് നമുക്കറിയാം. ഏതുവരെ എന്ന് ചോദിച്ചാൽ മദീനയിലേക്ക് ഹിജ്റ ചെയ്തെത്തിയ സഹാബിമാർ അവർ ഒരു പരിധിവരെ ആകെ അവശരും നിരാശരുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അവർ മക്കക്കാരാണ്, മക്കയിൽ ജീവിച്ച് പരിചയമുള്ളവരാണ്, മദീനയിൽ ഒരിക്കലും ജീവിച്ച് പരിചയമില്ലാത്തവരാണ്. പുതിയ കാലാവസ്ഥയാണ്, പുതിയ അന്തരീക്ഷമാണ്, അവിടെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളാണ്, അതിജീവിക്കാൻ കഴിയില്ല, മരിച്ചു പോകും എന്ന് സ്വഹാബിമാർ വിചാരിച്ചൊരു സമയമായിരുന്നു അത്. സ്വഹാബിമാർ എന്ന് പറയുമ്പോൾ വളരെ സാധാരണക്കാരായ നമ്മൾക്ക് കേട്ടു പരിചയമില്ലാത്ത സ്വഹാബിമാരല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത് മക്കയിൽ നിന്നാണ്, നമുക്കറിയാം. പക്ഷേ അവർ ഒരുമിച്ച് ജീവിതം ആരംഭിച്ചത് മദീനയിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തിയതിനു ശേഷമാണ് ആയിഷ റളിയല്ലാഹു അൻഹ മദീനയിൽ എത്തിച്ചേരുന്നത്. മദീനയിലെത്തി ആയിഷ റളിയല്ലാഹു അൻഹ സ്വന്തം ഉപ്പയെ കാണാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ വലിയൊരു സഹാബിയെ വേറെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് മദീന, എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം? അബൂബക്കർ റളിയല്ലാഹു അൻഹു അവശനായിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നത്, രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, മരണം എൻ്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ എന്നോട് തൊട്ടാണ് നിൽക്കുന്നത്. കാരണം അത്രയും രോഗങ്ങളാണ്, പരീക്ഷണങ്ങളാണ്, കാലാവസ്ഥ അത്രയും പ്രതികൂലമാണ്, പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, ഏത് നിമിഷവും ഞാൻ മരണപ്പെട്ടു പോയേക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. ബിലാൽ റളിയല്ലാഹു അൻഹു കരയുകയായിരുന്നു.
കരയുക മാത്രമല്ല, മക്കയുടെ മഹത്വം വർണ്ണിച്ചുകൊണ്ട്, സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗൃഹാതുരത അണപൊട്ടിയൊഴുകുകയായിരുന്നു. മക്കയെ ഉപേക്ഷിച്ചുകൊണ്ട്, അവിടുത്തെ ഭൂമി ഉപേക്ഷിച്ചുകൊണ്ട്, അവിടുത്തെ ചുറ്റുപാടുകളെ ഉപേക്ഷിച്ചുകൊണ്ട്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ നഗരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ മദീനയിൽ വന്ന് പാർക്കേണ്ടി വന്ന ദുസ്ഥിതി, അങ്ങനെയാണ് ബിലാൽ അതിന് വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് ഖുറൈശികൾക്കെതിരിൽ അദ്ദേഹം ശാപപ്രാർത്ഥന നടത്തുകയാണ്. ഖുറൈശികളുടെ തലവന്മാർക്കെതിരിൽ, ഖുറൈശികളിലെ പ്രഭുക്കന്മാർക്കെതിരിൽ, ഞങ്ങളെ അവിടെ ജീവിക്കാൻ സമ്മതിക്കാതെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയ ആ മനുഷ്യർക്ക് അള്ളാഹുവിന്റെ കോപമുണ്ടാകട്ടെ, ശാപമുണ്ടാകട്ടെ, അവർ കാരണമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു നാട്ടിൽ ജീവിക്കേണ്ടി വന്നത് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഈ വിവരങ്ങൾ പറഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, മക്ക ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നത് പോലെ ഈ മദീന അതേപോലെ തന്നെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു നാടാക്കി നീ മാറ്റിത്തരണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ ചരിത്രം മാറിയൊഴുകുകയാണ്. നിരന്തരമായി പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്ന പ്രദേശം, ആ പ്രദേശം രോഗങ്ങളില്ലാത്ത പ്രദേശമായി തീരുന്നു. അവിടുത്തെ മനുഷ്യർ ആരോഗ്യമുള്ളവരാകുന്നു. അവിടേക്ക് ഹിജ്റ ചെയ്ത് ചെന്ന മുഹാജിറുകൾക്ക് ആ നഗരം ഏറ്റവും പ്രിയപ്പെട്ട നഗരമായി മാറുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും മദീനയെ സ്നേഹിക്കുന്നു. മദീനയിലെ പ്രധാനപ്പെട്ട പർവ്വതമായ ഉഹുദിനെ പോലും ഞാൻ സ്നേഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ വാചകങ്ങളിൽ പ്രഖ്യാപിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് എവിടെയെങ്കിലും യാത്ര പോയാൽ തിരിച്ച് വരികയാണെങ്കിൽ മദീനയുടെ അടുത്തെത്തുമ്പോൾ അവിടുത്തെ ഒട്ടകത്തിന്റെ വാഹനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുമായിരുന്നു. കാരണം മദീനയിൽ എത്താഞ്ഞിട്ട്, അതിന്റെ ധൃതി അടക്കി വെക്കാൻ കഴിയാഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് മദീനയിൽ എത്താനുള്ള അദമ്യമായ ആഗ്രഹത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വരുമായിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് യസ്രിബ് എന്ന് അറിയപ്പെട്ടിരുന്ന പട്ടണം അവർ ഹിജ്റ ചെയ്ത് എത്തിയ സമയത്ത് നിന്ന് അവിടെ ജീവിതം ആരംഭിച്ച് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിന്റെ ഭാഗമായി ആ പട്ടണം മാറി എന്നാണ്. ഈ രൂപാന്തരം മുഴുവൻ സംഭവിക്കുന്നത് അൽ മസ്ജിദുൻ നബവി എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിച്ച പള്ളി, ആ പള്ളി കേന്ദ്രീകരിച്ചുള്ള ജീവിതം, അതിന്റെ ചുറ്റുപാടുകളിൽ നടന്ന പ്രവർത്തനങ്ങൾ, അവയിലൂടെയാണ് എന്ന് നമുക്കറിയാം. പലപ്പോഴും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ ചരിത്രത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിജ്റ സംഭവിക്കുന്നത് വരെ സീറ എപ്പോഴും മക്കയിലാണ് കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. മദീനയിൽ ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. കാരണം അത് സ്വാഭാവികമായും അത്ര പ്രസക്തമല്ല, പ്രധാനമല്ല എന്ന് നമുക്ക് തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നത് മക്കയിലായതുകൊണ്ട്, പ്രവാചകനുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത് മക്കയിലായതുകൊണ്ട് മദീനയുടെ ആ സമയത്തെ ചരിത്രം അത്ര വിശദമായി നമ്മളാരും പരിശോധിക്കാൻ മെനക്കെടാറില്ല. യസ്രിബ് എന്ന് അറിയപ്പെട്ടിരുന്ന പട്ടണം നമുക്കറിയാവുന്നത് പോലെ മക്കയിൽ നിന്ന് വടക്ക് ഭാഗത്തേക്ക്, സിറിയയിലേക്ക്, റോമിലേക്ക്, അന്നത്തെ ബൈസന്റീൻ റോമിലേക്ക്, ഫിലസ്തീനിലേക്ക്, ജോർദാനിലേക്ക് ഒക്കെ പോകുന്ന വഴിയിൽ, അവർ അഷാം എന്ന് വിളിച്ചിരുന്ന പ്രദേശത്തേക്ക് പോകുന്ന വഴിയിൽ മക്കയിൽ നിന്ന് വടക്കോട്ട് മാറിയുള്ള ഈ പട്ടണം, ആ പട്ടണത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോവുകയല്ല. അവിടെ അറബികൾ എന്ന് പറയുമ്പോൾ മക്കയിലുള്ളതുപോലെ ഖുറൈശികൾ എന്ന് നമ്മൾ വിളിക്കുന്ന തരത്തിലുള്ള അറബികളായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. അവർ യമനി വേരുകളുള്ള അറബികളായിരുന്നു. ചരിത്രത്തിന്റെ ഒരു സന്ദർഭത്തിൽ യമനിൽ നിന്ന് മദീനയിലേക്ക് കുടിയേറിയ ഗോത്രങ്ങളാണ് ആ നഗരത്തിൽ താമസിച്ചിരുന്നത്. ഒരുപക്ഷെ ആ അറബികൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മദീനയിൽ ജൂതഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ജൂതഗോത്രങ്ങൾ യമനിൽ നിന്ന് കുടിയേറിയതാണോ അതോ ഫിലസ്തീനിൽ നിന്ന് നേരിട്ട് കുടിയേറിയതാണോ എന്നതിലൊക്കെ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ സംഭവിക്കുന്നതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ മദീനയിൽ ഈ യഹൂദ ഗോത്രങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു. മദീനക്ക് കുറച്ച് അപ്പുറത്ത് നമുക്കറിയാം ഖൈബർ എന്ന് പറയുന്ന പ്രദേശം, അവിടെ യഹൂദ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. യസ്രിബിലും യഹൂദ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ യഹൂദ ഗോത്രങ്ങളും യമനിൽ നിന്ന് കുടിയേറിയ അറബി ഗോത്രങ്ങളും, പൊതുവിൽ ഹിജാസിൽ കാണപ്പെടാത്ത തരത്തിലുള്ള യമനി വേരുകളുള്ള അറബി ഗോത്രങ്ങളുമാണ് യസ്രിബിൽ ഉണ്ടായിരുന്നത്. ആ പ്രദേശം സ്വാഭാവികമായും ഒരു കച്ചവട പാതയോട് അടുത്താണ് നിലനിന്നിരുന്നത്. നമുക്കറിയാലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മക്കയിലെ അറബികൾ കച്ചവടത്തിന് വേണ്ടി, ഖുറൈശികൾ, അവർ ഷാമിലേക്കും പോകാറുണ്ടായിരുന്നു, യമനിലേക്കും പോകാറുണ്ടായിരുന്നു. അവര് തെക്കോട്ട് യമനിലേക്ക് പോകും, വടക്കോട്ട് ഷാമിലേക്ക് പോകും.
ഹിജാസിന്റെ തെക്കേ അറ്റത്ത് യമനും വടക്കേ അറ്റത്ത് ഷാമുമാണ്. ഇത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ കച്ചവട പാതയുടെ ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശം എന്ന നിലക്ക് യസ്രിബ് അവർക്ക് സുപരിചിതമായിരുന്നു. പക്ഷേ അവരുടെ ഒരു ജീവിത രീതിയും സംസ്കാരവും ഒക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ വെള്ളമുണ്ടായിരുന്നു, ധാരാളം കിണറുകൾ ഉണ്ടായിരുന്നു. കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കൃഷി ഉണ്ടായിരുന്നു, വലിയ ഈത്തപ്പന തോട്ടങ്ങൾ ഉണ്ടായിരുന്നു, ഒരു നാഗരികതയുണ്ടായിരുന്നു. യഹൂദന്മാരുള്ളത് കൊണ്ട് തന്നെ എഴുതാനും വായിക്കാനും അറിയുന്ന വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. അവർ കെട്ടിയ കോട്ടകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും മക്കക്കാർക്ക് പരിചിതമായ കാര്യങ്ങളായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയുടെ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത്, അനുചരന്മാരോട് ഹിജറക്ക് ആഹ്വാനം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച്. ഈത്തപ്പനകൾ നിറഞ്ഞൊരു നാട് ഞാൻ സ്വപ്നം കാണുന്നു, അവിടേക്ക് നമ്മൾ പലായനം ചെയ്യുന്നത് ഞാൻ സ്വപ്നം കാണുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് പറയുന്നത്. ആ ഈത്തപ്പനകൾ നിറഞ്ഞ നാട് എന്ന് പറയുമ്പോൾ അത് മദീനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായത് ക്രമേണയാണ്. എന്ത് തന്നെയായിരുന്നാലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചു കൊണ്ടിരുന്ന സമയത്ത് മദീനയിൽ കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധങ്ങളായിരുന്നു. നമ്മൾ ഔസും ഖസ്റജും തമ്മിലുള്ള യുദ്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അത് ഒരുപാട് മുമ്പ് നടന്ന യുദ്ധങ്ങളാണ് എന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ അവിടുത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അവിടെ ഖുറൈശികളുടെ മർദ്ദനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത്, അവിടെ സംഭവ ബഹുലമായി നുബൂവത്തിന്റെ ആദ്യ വർഷങ്ങൾ കടന്നു പോകുന്ന സമയത്ത് മദീനയിൽ കൊടുമ്പിരി കൊണ്ട യുദ്ധങ്ങളായിരുന്നു. നമ്മൾ ബുആത്ത് യുദ്ധത്തെ പറ്റി പറയും. ബുആത്ത് ദിവസം, യൗമ ബുആത്ത് എന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ബുആത്ത് യുദ്ധം എന്ന് പറഞ്ഞാൽ മദീനക്ക് തൊട്ടുപുറത്തുള്ള ബുആത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഔസും ഹസ്റജും തമ്മിൽ നടന്ന 40 ദിവസത്തോളം നീണ്ടുനിന്ന കൊടുമ്പിരി കൊണ്ട യുദ്ധം എന്ന് പറഞ്ഞാൽ നിരവധി മനുഷ്യർ പിടഞ്ഞു വീണ് മരിച്ച, മദീനയുടെ ജനസംഖ്യയുടെ തന്നെ നല്ലൊരു ശതമാനം ഇല്ലാതായ, പ്രത്യേകിച്ചും ഗോത്രങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന നേതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷവും വധിക്കപ്പെട്ട, സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലും സാരമായ രീതിയിൽ പരിക്കേറ്റ യഹൂദ ഗോത്രങ്ങൾ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി അതിൽ കക്ഷി ചേർന്നുകൊണ്ട് അതിൽ ഇടപെട്ട പരിസര പ്രദേശങ്ങളിലുള്ള പല ഗോത്രങ്ങളെയും ഈ യുദ്ധത്തിലേക്ക് ചേർക്കാൻ വേണ്ടി രണ്ട് പക്ഷവും കിടഞ്ഞ് പരിശ്രമിച്ച, അവിടെ മദീനയെ ഒരു രക്തപ്പുഴയാക്കി മാറ്റിയ മഹായുദ്ധമായിരുന്നു അത്. അതുവരെ യുദ്ധങ്ങൾ തന്നെയായിരുന്നു, യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ യുദ്ധങ്ങളുടെ ഒരു പരിസമാപ്തി പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ അവിടുത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മദീനയിൽ ഈ യുദ്ധങ്ങൾ നടക്കുന്നത്. സ്വാഭാവികമായും ഈ യുദ്ധത്തിന്റെ പരിസമാപ്തി ഉണ്ടായപ്പോൾ മദീനക്കാർ ക്ഷീണിതരായി മാറി. അവരതുകൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയി. ഇനി ഒരു യുദ്ധം സഹിക്കാൻ കഴിയാത്ത തരത്തിൽ, നമ്മൾ എങ്ങനെയെങ്കിലും ഒരു സമാധാനത്തിനുള്ള വഴി കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് അതിജീവനം ഉണ്ടാവുകയില്ല എന്നവർ വിചാരിക്കുന്ന തരത്തിൽ ആ യുദ്ധത്തിന് ശേഷം അവർ പോയത് മറ്റൊരു ചരിത്രം. ഞാൻ അവിടേക്ക് കടന്നു പോവുകയല്ല. എന്തായിരുന്നാലും അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നതിന് മുമ്പ് യസ്രിബ് എന്ന് പറയുന്ന ഈ നാടിന്റെ അവസ്ഥ. അവിടേക്കാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പലായനം ഉണ്ടാകുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ആ മദീനയിലേക്ക് പല സംഘങ്ങളായിട്ടാണ് എത്തിച്ചേർന്നത് എന്ന് നമുക്കറിയാം. അവിടുന്ന് ആദ്യം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബിമാരെ യസ്രിബിലേക്ക് പറഞ്ഞയച്ചിരുന്നു. അവർ അവിടെ പ്രബോധനം നടത്തിയിരുന്നു, ജനങ്ങളെ നമസ്കാരം പഠിപ്പിച്ചിരുന്നു, ഖുർആൻ പാരായണം പഠിപ്പിച്ചിരുന്നു, അവിടെ ജുമുഅ നമസ്കാരം ആരംഭിച്ചിരുന്നു. അതിനുശേഷം ഒരുപാട് സഹാബിമാർ പല സംഘങ്ങളായും ഒറ്റയും തെറ്റയായും എല്ലാം യസ്രിബിലേക്ക് എത്തിച്ചേർന്നു. അതിന്റെ എല്ലാം ശേഷം ഏതാണ്ട് അതിന്റെ ഒരു പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും യസ്രിബിലേക്ക് എത്തുന്നത്. അവിടെ പ്രവാചകനും അബൂബക്കറും മദീനയിൽ എത്തുന്നത് കാത്ത് മദീനക്കാർ മദീനയുടെ പുറത്തിറങ്ങി, പ്രത്യേകിച്ചും മദീനയുടെ മക്കയിൽ നിന്ന് പോകുമ്പോൾ മദീനയുടെ ഏതാണ്ട് അതിർത്തി എന്ന് പറയുന്ന കുബായിൽ വന്നുകൊണ്ട് അവിടെ മദീനക്കാർ ഒരുമിച്ച് കൂടുകയും എല്ലാ ദിവസവും രാവിലെ പ്രവാചകൻ എത്തിയോ എന്ന് നോക്കാൻ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി മദീനക്കാർ വന്നു നിൽക്കുകയും ചെയ്തു എന്ന് നമുക്ക് നിവേദനങ്ങളിൽ കാണാൻ കഴിയും. അവര് ഓരോ ദിവസവും വരും, വെയിൽ ചൂടാവുമ്പോൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും എത്തിയിട്ടില്ല എന്നവർ മനസ്സിലാക്കും. അങ്ങനെ
ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ ഈ ഖുബായിൽ വന്ന് നിൽക്കുന്ന സമയത്ത് വെയിൽ ചൂടായപ്പോൾ അന്നും അവർ മടങ്ങിപ്പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അവിടെ എത്തുന്നത് ഒരു യഹൂദൻ, അയാൾ ഒരു ഈത്തപ്പന മരത്തിന്റെ മുകളിൽ കാരക്ക പറിക്കുന്നതിന് വേണ്ടി കയറിയ സമയത്ത് അയാൾ അത് കാണുകയും ഉറക്കെ വിളിച്ചു പറയുകയും അങ്ങനെ അൻസാരികളെല്ലാം കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും സ്വീകരിക്കുകയും ചെയ്തു. ഇത് എല്ലാം ചരിത്രമാണ്. നമ്മൾ ശരിക്ക് അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നുബൂവത്ത് പ്രഖ്യാപിക്കുന്നു, ദഅവ നടത്തുന്നു, വേട്ടയാടപ്പെടുന്നു, അവിടുത്തെ അനുചരന്മാർ മൃഗീയമായി പീഡിപ്പിക്കപ്പെടുന്നു, പലർക്കും അബിസീനിയയിലേക്ക് ഹിജ്റ പോകേണ്ടി വരുന്നു. ഇത് ഇങ്ങനെ മുന്നോട്ട് പോയി അബൂ ത്വാലിബിന്റെയും ഖദീജ റളിയല്ലാഹു അൻഹയുടെയും മരണത്തോടുകൂടി ശോകസാന്ദ്രമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സംസാരിക്കാൻ ഖുറൈശികളുടെ കൂട്ടത്തിൽ ആരും ഇല്ലാതായിത്തീരുന്നു. ആ ത്വായിഫിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നു. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്രിബിലേക്ക് എത്തുകയാണ്. അവിടെ 400-500 വരുന്ന മനുഷ്യർ പ്രവാചകനെ എതിരേൽക്കുകയാണ്. തങ്ങളുടെ നഗരത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരികയാണ്. അവിടുത്തെ എല്ലാ അർത്ഥത്തിലും ആദരിക്കുകയാണ്. അവരുടെ സന്തോഷം അവർ പല രീതികളിൽ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ആയുധങ്ങൾ ഏന്തിക്കൊണ്ട് പ്രവാചകനെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനത്തോടുകൂടി മദീനയുടെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ആ സമയത്തുണ്ടായ വൈകാരികത എന്തുമാത്രമായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. അവിടെ മക്കയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട, പുറത്താക്കപ്പെട്ട, മക്കയിൽ നിന്ന് വധഭീഷണിയുണ്ടായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയെടുക്കാൻ വേണ്ടി ഖുറൈശികൾ തക്കം പാർത്ത് നിന്ന, മക്കക്ക് തൊട്ടടുത്തുണ്ട് എന്ന് പറയാവുന്ന ത്വായിഫ് നഗരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞോടിച്ച സന്നിഗ്ധമായ ഒരു സന്ദർഭത്തിൽ അങ്ങ് വടക്കോട്ട് പോയപ്പോ അവിടെ ഒരു സംഘം ആളുകൾ, 400-500 ആളുകൾ ആ നഗരത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റക്ക് കടന്നു വരാൻ പോലും സമ്മതിക്കാതെ സർവാത്മന അവിടുത്തെ നേതാവായി സ്വീകരിച്ചുകൊണ്ട് ഒരു ഘോഷയാത്ര പോലെ ആനയിച്ചു കൊണ്ടുപോകുന്ന രംഗം, അത് എത്ര ഹൃദയസ്പൃക്കാണ് എന്ന് നമ്മൾ ആലോചിക്കുക. അവിടെ ആ ഖുബായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തമ്പടിച്ചതിനെ കുറിച്ചും ആദ്യത്തെ പള്ളി ഉണ്ടാക്കിയതിനെ കുറിച്ചും നമുക്കറിയാം. അവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നാട് തന്നെ സ്വീകരിച്ച സമയത്ത്, ഒരു നാട് തന്നെ ആശ്ലേഷിച്ച സമയത്ത് ആദ്യമായി ചെയ്ത കാര്യം ഒരു പള്ളി ഉണ്ടാക്കുകയാണ്. ഇത് എന്താണ് ഇസ്ലാം എന്ന ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ഉത്തരം ഇവിടെ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുബായിലെത്തിയപ്പോൾ ആദ്യം ചെയ്തത് ഒരു വീട് ഉണ്ടാക്കുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് ഒരു കച്ചവട സ്ഥാപനം ഉണ്ടാക്കുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് ഏതെങ്കിലും അർത്ഥത്തിൽ രാഷ്ട്രീയമായ പ്രാധാന്യമുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയല്ല. മദീനയിലേക്ക് കടന്നയുടനെ, ഖുബായിലെത്തിയയുടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചെയ്യുന്നത് ഒരു പള്ളി ഉണ്ടാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും എല്ലാം ആ പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കുചേരുന്നു. അവർ മുന്നോട്ട് പോകുന്നു. ആ പള്ളി പിന്നീട് ഖുബായിലുള്ള ആളുകൾ പൂർത്തീകരിക്കുന്നു. അത് ഒരു മസ്ജിദായി തീരുന്നു. പോകുന്ന വഴിയിൽ ഖുബായിൽ നിന്ന് നമ്മൾക്ക് വേണമെങ്കിൽ സെൻട്രൽ മദീന എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്ന വഴിയിൽ ആ ജുമുഅ നമസ്കാരത്തിന്റെ ദിവസം വരുന്നു, വെള്ളിയാഴ്ച വരുന്നു. ബനൂ സലമ ഗോത്രക്കാർ താമസിക്കുന്ന സ്ഥലത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമുഅ നമസ്കരിക്കുന്നു. അതും ഒരു പള്ളിയായിത്തീരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഖുതുബ നിർവഹിക്കുന്നു, ജുമുഅ നമസ്കരിക്കുന്നു. പിന്നീട് മദീനയിലെത്തുന്നു. മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ചെയ്തത് ഇതേപോലെ തന്നെ പള്ളി ഉണ്ടാക്കുകയാണ്. നമ്മൾ അൽ മസ്ജിദുൻ നബവി എന്ന് പറയുന്ന, പ്രവാചകന്റെ പള്ളി എന്ന് പറയുന്ന പള്ളി നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു സംഘം മനുഷ്യർ, അവരുടെ വീട് ഉപേക്ഷിച്ച്, സ്വത്തുക്കൾ ഉപേക്ഷിച്ച്, ഒരു വേള കുടുംബങ്ങളെ പോലും ഉപേക്ഷിച്ച്, വളരെ പ്രാതികൂല്യം നിറഞ്ഞ കാലാവസ്ഥയിലേക്ക്, പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലേക്ക്, അവർക്ക് ജീവിച്ച് പരിചയമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് അവർ കടന്നു വന്നിട്ട് അവരെ ഏതെങ്കിലും അർത്ഥത്തിൽ സെറ്റിൽ ചെയ്യുന്നതിന് മുമ്പ്, അതിനപ്പുറത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം സെറ്റിൽഡ് ആകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെയും കൂട്ടി ആദ്യമായി ചെയ്യുന്നത് പള്ളിയുണ്ടാക്കുക എന്ന് പറയുന്ന പ്രവർത്തനമാണ്.
പള്ളിക്ക്, മസ്ജിദിന് ഇസ്ലാമിലുള്ള പ്രാധാന്യം എത്ര വലുതാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളി ഉണ്ടാക്കുന്നു. ആ പള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന ആ ചേതോഹരമായ ഉജ്ജ്വലമായ ഒരു കെട്ടിടത്തെ നമ്മൾ ഒരിക്കലും മനസ്സിലേക്ക് കൊണ്ടുവരരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയ പള്ളി എത്ര ചെറുതായിരിക്കുമെന്നും എത്ര ലളിതമായിരിക്കുമെന്നും അത് സ്വാഭാവികമായും അവരുടെ സാമ്പത്തികമായ പരാധീനതകൾ എത്രത്തോളം അതിൽ പ്രതിഫലിച്ചിരിക്കുമെന്നും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ പള്ളിയോട് ചേർന്ന് അന്ന് തന്റെ പത്നിമാരായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കും സൗദ റളിയല്ലാഹു അൻഹയ്ക്കും ആ പള്ളിയോട് ചേർന്ന് മുറികൾ ഉണ്ടാക്കുന്നു, വീടുകൾ ഉണ്ടാക്കുന്നു. ഇതേപോലെ ചരിത്രകാരന്മാർ പറയുന്നത് കാണാൻ കഴിയും. അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു കൊടുത്തപ്പോൾ അവർക്ക് താമസിക്കാനും അതിനോടടുത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുറി ഉണ്ടാക്കുന്നു. ഇതാണ് അന്ന് പള്ളി ഉണ്ടാക്കിയ സമയത്ത് പള്ളിയോട് തൊട്ട് ചേർന്നുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ ഭാര്യമാരുടെ, അവിടുത്തെ മകളുടെ ഒക്കെ വീട് എന്ന് പറയുന്നത്. ഇതേപോലെ ആ പള്ളിക്ക് ചുറ്റും പലരും സാധ്യമാകുന്ന സഹാബിമാർ ആ പള്ളിയോട് അടുത്ത് വീടുകൾ ഉണ്ടാക്കുന്നു. നമ്മൾ മദീനയിലെ ഈ പള്ളിയെ പറ്റി പറയുമ്പോൾ, മസ്ജിദുൻ നബവിയെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴും അഹ്ലു സുഫയെ കുറിച്ച് പറയും, സുഫയുടെ ആളുകളെ കുറിച്ച് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് കിബില മാറ്റത്തിന്റെ കൽപ്പനയുമായി പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ കിബില മാറ്റം എന്ന് പറഞ്ഞാൽ അത് നേരെ എങ്ങനെയായിരുന്നോ പള്ളിയിൽ അവർ നമസ്കരിച്ചിരുന്നത് അതിന്റെ നേരെ എതിർദിശയിലേക്ക് നമസ്കരിക്കുവാനുള്ള കൽപ്പനയാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം. കാരണം അവർ അതുവരെ നമസ്കരിച്ചിരുന്ന ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്നത് വടക്കാണ്, അതേസമയം കഅബ എന്ന് പറയുന്നത് മദീനയെ സംബന്ധിച്ചിടത്തോളം തെക്കാണ്. അതുകൊണ്ട് തന്നെ അതുവരെ ഉണ്ടായിരുന്ന പള്ളിയുടെ മുൻവശം പിൻവശമായി തീർന്നു, പള്ളിയുടെ പിൻവശമാകട്ടെ അത് മുൻവശമായി തീരുകയും ചെയ്തു. ആ തരത്തിലുള്ള ഒരു മാറ്റമാണ് ഉണ്ടായത്. അങ്ങനെ മാറ്റമുണ്ടായ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പള്ളിയുടെ പിൻവശം, നേരത്തെ കിബിലയായി നിന്നിരുന്ന ഇമാം നിന്നിരുന്ന ഭാഗം, അവിടെ നിങ്ങൾ ഒരു നമ്മൾ ഇന്നത്തെ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഷീറ്റ് വലിച്ചു കെട്ടണം, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തണലൊരുക്കണം, അതിന് കീഴിൽ താമസിക്കേണ്ട ആളുകൾക്ക് അവിടെ താമസിക്കാൻ കഴിയണം. അവിടെ മദീനയിലേക്ക് ഹിജ്റ നടന്നുകൊണ്ടേയിരിക്കുന്നു, മുഹാജിറുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ മുഹാജിറുകളെ അൻസാരികൾ സ്വീകരിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. അവരെ സ്വന്തം സഹോദരന്മാരായി സ്വീകരിച്ചുകൊണ്ട് സ്വന്തം വീടുകളിൽ പാർപ്പിച്ചുകൊണ്ട് അൻസാരികൾ അവരെ ഏറ്റെടുത്തു. പക്ഷേ അത് തുടർന്നു പോവുക സാധ്യമായിരുന്നില്ല. കാരണം 1, 2, 3, 4, 5, 8, 10, 20 പേരല്ല ഹിജ്റ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഹിജ്റ ഒരു പ്രവാഹമായി മാറുകയാണ്. ഒരുപാട് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടി മദീനയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരെ മുഴുവൻ വീടുകളിലേക്ക് കൊണ്ടുപോവുക പ്രായോഗികമായിരുന്നില്ല. വീടുകൾ നിറഞ്ഞു കവിഞ്ഞു. പ്രത്യേകിച്ചും ഒന്നിലധികം ആളുകളെയൊക്കെ താമസിപ്പിക്കാൻ കഴിയുന്ന സാമാന്യം വലിയ വീടുകൾ ഉണ്ടായിരുന്ന അൻസാരികളുടെയൊക്കെ വീടുകൾ നിറഞ്ഞു കവിഞ്ഞു. പിന്നെയും ജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവരെ എവിടെ പാർപ്പിക്കും? അതിനുവേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചായ്പ് കെട്ടാൻ പറഞ്ഞത്. ആ ചായ്പിന് കീഴിൽ മനുഷ്യർ ജീവിതം ആരംഭിക്കുകയാണ്. അവര് പള്ളി തന്നെയാണ് അവരുടെ വീട്. നമുക്കറിയാം, വളരെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്, നമ്മളൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രഭാഷണങ്ങളിൽ ഉദ്ധരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭാഷണ ശകലം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിൽ ജോലി ചെയ്ത് കയ്യിൽ തഴമ്പ് വന്ന് അടുക്കള ജോലി കൊണ്ട് പടിപ്പെട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയുന്നു. ഏത് പിതാവിന്റെയും കരളലിഞ്ഞു പോകുന്ന രംഗമാണത്. പ്രിയപ്പെട്ട ഉപ്പ, ഞാനിതാ അടുക്കളയിൽ പടിയെടുത്ത് എന്റെ കയ്യിൽ തഴമ്പ് വീണിരിക്കുന്നു. എനിക്കൊരു വേലക്കാരിയെ, എന്റെ വീട്ടിലേക്ക് ഒരു ഭൃത്യനെ, ഒരു അടിമയെ, ഒരു വേലക്കാരനെ നിശ്ചയിച്ചു തരുമോ? വീട്ടുജോലികൾ അയാളെ കൊണ്ട് ചെയ്യിക്കാമല്ലോ, എനിക്കൊരാശ്വാസമാകും. ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരളിന്റെ കഷ്ണം എന്ന് പ്രഖ്യാപിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എപ്പോഴും കാണാനുള്ള കൊതി കൊണ്ട് സ്വന്തം വീടിനടുത്ത് തന്നെ മരുമകനും മകൾക്കും വീട് നിശ്ചയിച്ചു
നിശ്ചയിച്ചു കൊടുത്ത ആ മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറയാണ് കയ്യിലെ തഴമ്പിന്റെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്, ഈ പള്ളിയുടെ പിന്നിലേക്ക് നോക്ക്, അവിടെ സുഫയിൽ തടിച്ചുകൂടിയ മനുഷ്യരില്ലേ, അവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് എൻ്റെ മകൾക്കൊരു വേലക്കാരനെ നിശ്ചയിച്ചു കൊടുക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. നമ്മൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്, മസ്ജിദുൻ നബവിയുടെ പിൻഭാഗത്ത് തടിച്ചുകൂടിയ ആളുകൾ, ആ ആളുകൾ എന്ന് പറഞ്ഞാൽ പോകാൻ വീടില്ലാത്തവരാണ്, സ്വന്തമായൊരു കുടുംബമില്ലാത്തവരാണ്, ഒരു നേരത്തെ ഭക്ഷണം ഇവിടെ നിന്ന് കിട്ടുമെന്നറിയാത്തവരാണ്, പോകാൻ മറ്റൊരു കൂരയില്ലാത്ത മനുഷ്യർ മസ്ജിദുൻ നബവിയിൽ തടിച്ചുകൂടിയിരിക്കുന്നു. അതാണ് പള്ളി എന്ന് പറഞ്ഞാൽ. ആ പള്ളി ഒരു ഷെൽട്ടർ ആവുകയാണ്, ആ പള്ളി ഒരു ക്യാമ്പ് ആവുകയാണ്, ആ പള്ളിയിൽ ഒരുപാട് മനുഷ്യർ സംരക്ഷിക്കപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആരെങ്കിലും വരും, അവർ എന്തെങ്കിലും ഗിഫ്റ്റുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കും. പലപ്പോഴും അത് ഭക്ഷണ സാധനങ്ങളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭക്ഷണ സാധനങ്ങൾ സുഫയിൽ വിതരണം ചെയ്യാൻ വേണ്ടി സഹാബിമാരോട് കൽപ്പിക്കും. അങ്ങനെ അവർക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഭക്ഷണം കിട്ടും. പല പ്രസിദ്ധരായ സഹാബിമാരും സുഫയിൽ അംഗങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരിൽ ഏറ്റവും പ്രസിദ്ധനായിരുന്നു. വിശപ്പ് കൊണ്ട് ഞാൻ ബോധരഹിതനായി നിലത്ത് വീണു പോകാറുണ്ടായിരുന്നു, ഞങ്ങളിൽ പലരും അങ്ങനെ ബോധമറ്റ് കിടക്കാറുണ്ടായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ചില സഹാബിമാർ സുഫയിൽ ഒരു കയറ് കെട്ടി, ഒരു തലക്കൽ നിന്ന് മറ്റേ തലയിലേക്ക് ഒരു കയറ് കെട്ടി അവർക്ക് കിട്ടുന്ന ഈത്തപ്പഴവും മറ്റും അതിൽ കൊണ്ടുവന്ന് കൊളുത്തിയിടും. ഈത്തപ്പഴത്തിന്റെ ഈ രീതിയിലുള്ള അവർക്ക് കിട്ടുന്ന ഈത്തപ്പഴമോ മറ്റ് ഭക്ഷണ സാധനങ്ങളോ എല്ലാം അതിൽ കൊണ്ടുവന്ന് കൊളുത്തിയിടും. അപ്പൊ ഈ സുഫയിലെ ആളുകൾ അതിൽ നിന്നെടുത്തുകൊണ്ട് ഭക്ഷിക്കും. പട്ടിണിയും പരിവട്ടവും എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പട്ടിണിയും പരിവട്ടവുമായിരുന്നു. ആ പട്ടിണി അവരുടെ ഒരു ദൈനംദിന ജീവിതാനുഭവമായിരുന്നു. 2, 3, 4 ദിവസം ഒരു നേരവും ഭക്ഷണം കിട്ടാതെ പള്ളിയിൽ ഈ മനുഷ്യർ പട്ടിണി കിടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിന് ചുറ്റുമുണ്ടായിരുന്ന വീടുകളിൽ നിന്ന് അവിടെയുള്ള വിഭവം എന്താണോ അത് ഈ മനുഷ്യർക്കെല്ലാമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മൾ കാണുന്ന മസ്ജിദുൻ നബവിയുടെ ആദ്യകാലത്തെ ചിത്രം എന്ന് പറയുന്നത്. ആ മസ്ജിദുൻ നബവിക്ക് ഒരു മേൽക്കൂര പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രകാരന്മാർ പൊതുവിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഒരു മേൽക്കൂര ഉണ്ടാക്കാനുള്ള സാഹചര്യം പോലും അവർക്കില്ലായിരുന്നു എന്നതാണ് സത്യം. അത് അവർ ഇങ്ങനെ അതിർത്തികൾ അടയാളപ്പെടുത്തിയ ഒരു പള്ളിയായിരുന്നു. മേൽക്കൂര പോലും അന്നത്തെ രീതി വെച്ചുള്ള ഒരു മേൽക്കൂര പോലും പതുക്കെയാണ് വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കുക. നമ്മളെക്കാൾ നിഷ്ഠയോടുകൂടി അവർ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നു. നമ്മളെക്കാൾ നൈരന്തര്യത്തോടുകൂടി അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠന ക്ലാസുകൾ കേൾക്കുന്നു. നമ്മൾ അറിയണം, ലോകത്തിന് വെളിച്ചം പകർന്നൊരു യൂണിവേഴ്സിറ്റിയാണ് ആ പള്ളിയിൽ നടന്നുകൊണ്ടിരുന്നത്. അവിടെ അഹ്ലുസുഫ എന്ന് പറയുന്നത് ഇതുവരെയുള്ള വിവരണം വെച്ച് ഒരു അഭയാർത്ഥി ക്യാമ്പായി നമുക്ക് തോന്നുമെങ്കിൽ അത് യഥാർത്ഥത്തിൽ ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു സർവകലാശാലയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന വിശ്വഗുരു, ആ ഗുരുവിന്റെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ വാക്കുകൾക്കും വേണ്ടി അങ്ങേയറ്റത്തെ അക്ഷമയോടുകൂടി കാത്തുകൊണ്ടിരുന്ന സുഫയിലെ മനുഷ്യർ അവരുടെ പട്ടിണി അവർ മറന്നു, പരിവട്ടം മറന്നു, ക്ഷീണം മറന്നു. ആ ക്ഷീണത്തെയും പരിവട്ടത്തെയും ആ വിശപ്പിനെയും എല്ലാം കടിച്ചു പിടിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ ദീനിന്റെ പാഠങ്ങൾ പഠിച്ചുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ സുഫയിൽ താമസിക്കാതെ വീടുകളിലേക്ക് മടങ്ങിപ്പോയ സഹാബിമാർക്കടക്കം മതത്തിന്റെ പാഠങ്ങൾ ഈ സുഫയിലെ മനുഷ്യരായിരുന്നു പഠിപ്പിച്ചു കൊടുത്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതുവരെ എന്ന് ചോദിച്ചാൽ ഒടുവിൽ ചില അൻസാരികളടക്കം ചില വീടുകളിൽ താമസിക്കാൻ അവസരമുണ്ടായ മുഹാജിറുകളടക്കം അവരുടെ വീടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് സുഫയിൽ വന്ന് താമസമാക്കുകയും അങ്ങനെ താമസമാക്കിക്കൊണ്ട് എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അറിവുകൾ കിട്ടാം എന്ന ആത്മവിശ്വാസത്തോടുകൂടി എന്ന സന്തോഷത്തോടുകൂടി തങ്ങളുടെ താമസം അങ്ങോട്ട് മാറ്റുകയും ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായി. ഞാൻ പറയുന്നത് സമ്പത്തിന്റെ ഒരു തരത്തിലുള്ള പളപളപ്പ് പോലുമില്ലാതെ, ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള മാർഗം പോലുമില്ലാതെ ആ രീതിയിൽ ഒരു പള്ളി അവിടെ വളർന്നു വരികയായിരുന്നു, വികസിച്ചു വരികയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു സംഭവമുണ്ട്. മദീനയിലെ പള്ളിയിൽ അവരെല്ലാവരും നമസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇശാ നമസ്കാരത്തിന്റെ സമയമാണ്. പക്ഷേ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലതരത്തിലുള്ള തിരക്കുകളിൽ വ്യാപൃതനായത് കാരണം ഇശാ നമസ്കാരം വൈകിക്കൊണ്ടേയിരിക്കുന്നു. അത് ഒരുപാട് വൈകിയ സമയത്ത് സ്ത്രീകളും കുട്ടികളുമെല്ലാം പള്ളിയിലുള്ളത് കൊണ്ട് സഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, ഇതാ സ്ത്രീകളും കുട്ടികളും ഒക്കെ പള്ളിയിലുണ്ട്, നമ്മൾക്ക് ഒരുപാട് സമയമായി, ഇശാ നമസ്കരിക്കുകയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് സഹാബിമാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഭൂമിയെ മുഴുവനായി മനസ്സിൽ വരക്കുക. ഈ മുഴുവൻ ഭൂമിയെയും നിങ്ങൾ സങ്കല്പിച്ചാൽ നിങ്ങൾ അറിയണം, അള്ളാഹുവിന് വേണ്ടി ഇശാ നമസ്കരിക്കുവാൻ വേണ്ടി ഉറക്കമിളച്ച് കാത്തിരിക്കുന്ന ഭൂമി മുഴുവൻ പരിശോധിച്ചാൽ ഉള്ള ഒരേ ഒരു സമൂഹം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സമൂഹമാണ്. ലോകത്തിന്റെ മറ്റൊരു കോണിലും ആരും ഇശാ നമസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉറങ്ങാതെ കാത്തിരിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ പറയുന്നതിന്റെ ആഴം നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാകുമെന്ന് അറിഞ്ഞൂടാ. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇശാ നമസ്കാരം നടക്കുന്ന ഒരു കാലം, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും 5 വക്ത് നമസ്കാരങ്ങൾ നടക്കുന്ന ഒരു കാലം, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ നിഷ്ഠയോടുകൂടി നമസ്കാരങ്ങളെ മാറോടണക്കുന്ന ഒരു കാലം. ആ കാലത്തെ കുറിച്ചല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവിടെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മദീനയിൽ മാത്രമാണുള്ളത്. അവിടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ മദീനയിൽ മാത്രമാണുള്ളത്. അവിടെ പള്ളി എന്ന് പറഞ്ഞാൽ മദീനയിൽ മാത്രമാണുള്ളത്. അവിടെ പടച്ചോനിക്ക് ഇബാദത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ മദീനയിൽ മാത്രമാണുള്ളത്. അങ്ങനെ ഒരു കാലം മദീനക്കുണ്ടായിരുന്നു. അത് തന്നെയാണ് മദീനക്ക് ചരിത്രത്തിലുള്ള പ്രാധാന്യവും. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിച്ച ഈ പള്ളികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് മറ്റെവിടെയും അന്ന് പള്ളികളില്ല. ഇബ്രാഹിം നബി സ്ഥാപിച്ച പള്ളി, ആ പള്ളി മുശ്രിക്കുകളുടെ കയ്യിലേക്ക് പോയിരുന്നു. അവിടെ വിഗ്രഹാരാധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ജമാഅത്ത് നമസ്കാരങ്ങളോ ജുമുഅയോ നിർവഹിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല. നേരത്തെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ബൈത്തുൽ മഖ്ദിസ്, ആ ബൈത്തുൽ മഖ്ദിസ് തകർക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതിനു ചുറ്റും താമസിച്ചിരുന്ന യഹൂദർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഛിന്ന ഭിന്നമായി പോയി കഴിഞ്ഞിരുന്നു. അവിടെ അള്ളാഹുവിനുള്ള ആരാധനകളൊന്നും സമർപ്പിക്കപ്പെട്ടിരുന്നില്ല. ലോകത്തിന്റെ ഒരു കോണിലും ഒരു ഭാഗത്തും അള്ളാഹുവിന് ഇബാദത്തുകൾ സമർപ്പിക്കപ്പെടുവാൻ വേണ്ടി ഒരു ഭവനം നിലവിലുണ്ടായിരുന്നു കഅബയിൽ. പക്ഷേ അത് ആ രീതിയിലല്ല പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഈ രീതിയിൽ അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ഒരു പള്ളി ലോകത്തെ എവിടെയും ഇല്ലാത്ത കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിക്കുകയും പൂർത്തീകരിക്കുകയും നടത്തിക്കൊണ്ടുപോവുകയും ചെയ്ത പള്ളി എന്നത് തന്നെയാണ് അൽ മസ്ജിദുൻ നബവിയുടെ ചരിത്രപരമായ പ്രാധാന്യം. ആ പള്ളിയായിരുന്നു എല്ലാം എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സർവകലാശാല അതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനാലയം അതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ദൗത്യ സംഘങ്ങൾ കടന്നു വന്നിരുന്നത് അങ്ങോട്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യങ്ങളെ പറഞ്ഞയച്ചിരുന്നത് അവിടെ നിന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധനശേഖരണം നടത്തിയിരുന്നത് അതേ സ്ഥലത്ത് വെച്ചായിരുന്നു. തർക്കങ്ങൾക്ക് മധ്യസ്ഥം പ്രഖ്യാപിക്കപ്പെട്ടത് അവിടെ നിന്ന് തന്നെയായിരുന്നു. മദീനയുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് എപ്പോഴും ആ പള്ളിയായിരുന്നു. ആ പള്ളിയെ ഒഴിച്ചു നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മദീന കാലഘട്ടത്തിൽ നമുക്ക് പറയാനേ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മിക്കവാറും എല്ലാ സംഭവങ്ങളും സംഭവിക്കുന്നത് അവിടെ വെച്ചാണ്. മിക്കവാറും എല്ലാ ഹദീസുകളും ഉദ്ധരിക്കപ്പെടുന്നത് അടിസ്ഥാനപരമായി ആ പള്ളിക്കുള്ളിൽ നിന്നാണ്. നമ്മൾ മസ്ജിദ് നബവിയിലേക്ക് പോകുന്ന സമയത്ത്, നമ്മൾ മദീനയിലേക്ക് പോകുന്ന സമയത്ത്, നമ്മൾ ആ പള്ളിയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നമ്മൾ ഓർക്കണം, ചരിത്രം സാന്ദ്രമായി കിടക്കുന്ന, അത്രയും സാന്ദ്രമായി കിടക്കുന്ന ഭൂമിയുടെ വേറൊരു തുണ്ടുണ്ടാകുമോ എന്ന കാര്യം തീർത്തും സംശയാസ്പദമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഇന്ന് അനുഷ്ഠിക്കുന്ന ഓരോ നന്മയും യഥാർത്ഥത്തിൽ അവിടെ നിന്ന് വന്നതാണ്. നമ്മളൊരു പള്ളി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ആ പള്ളിയുടെ പകർപ്പാണ്. നമ്മൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ പഠിപ്പിക്കപ്പെട്ട നമസ്കാരത്തിൽ നിന്ന് അനന്തരം എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, നമ്മളുടെ ഓരോ വിശ്വാസങ്ങളും എല്ലാം അവിടെ വെച്ച് പഠിപ്പിക്കപ്പെട്ടതാണ്, അവിടെ വെച്ച് പകരപ്പെട്ടതാണ്. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന സമയത്ത് ഹിജ്റക്ക് മുമ്പ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. അവിടെ അവർ പീഡിപ്പിക്കപ്പെട്ടവരായിരുന്നു. ഒരു നാട് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതേ മക്ക വിജയം നടന്നതിന് ശേഷം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് തിരിച്ചു പോരുകയാണ് ചെയ്തത്. മദീനയിൽ തന്നെയാണ് അവിടുന്ന് തുടർന്നും ജീവിച്ചത് എന്ന് നമുക്കറിയാം. ഞാൻ അവസാനിപ്പിക്കുന്നു.
മനുഷ്യൻ എങ്ങനെ മനുഷ്യനാകണമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു പള്ളിയാണത്. അത് കേവലം ഒരു ആരാധനാലയമല്ല, മനുഷ്യർ എങ്ങനെ മനുഷ്യരായി ജീവിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച പള്ളി. നമ്മൾക്ക് ഒരു പള്ളി എന്നതിനപ്പുറത്ത്, ഒരു ആരാധനാലയം എന്നതിനപ്പുറത്ത്, കേവലം ചില ചടങ്ങുകൾ നടക്കുന്ന ഒരു കേന്ദ്രം എന്നതിനപ്പുറത്ത് ലോകത്തിന്റെ ചരിത്രം മാറ്റി എഴുതിയ ഒരു പള്ളിയാണത്. ആ പള്ളി ഇല്ലായിരുന്നെങ്കിൽ, ആ പള്ളിയിൽ നിന്ന് ഈ വെളിച്ചം പ്രസരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലോകം ഇങ്ങനെയാകുമായിരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ പൊതുസമൂഹത്തെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണിത്. മദീനയിലെ പള്ളിക്ക് ലോക ചരിത്രത്തിലുള്ള പ്രാധാന്യം, മാനവ ചരിത്രത്തിലുള്ള പ്രാധാന്യം. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും അമ്മാർ റളിയല്ലാഹു അൻഹുവിനെയും പോലുള്ള മനുഷ്യരെ, അബൂബക്കറിനെയും ഉമറിനെയും പോലുള്ള മനുഷ്യരുടെ കൂടെ സൊഫിൽ ഒരുമിച്ച് നിർത്തിയതിനെ കുറിച്ച് നമ്മൾ പറയും. നമ്മൾ മനസ്സിലാക്കണം, മതം എന്ന് പറഞ്ഞാൽ, ആത്മീയത എന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് മനുഷ്യരെ ജാതിയുടെ അടിസ്ഥാനത്തിൽ 4 തട്ടുകളാക്കി തിരിച്ച് ആ 4 ജാതിക്കും പുറത്തുള്ളവരെ അവർണരും അസ്പർശ്യരുമായി കണ്ട് തൊടലും തീണ്ടലും അയിത്തവും ആചരിക്കലാണ് മതം എന്ന് വിചാരിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് അടിമകളെ സിംഹവുമായി കൊമ്പ് കോർത്ത് മരിക്കുന്നതിന് വേണ്ടി, കാണികൾക്ക് കണ്ട് രസിക്കുന്നതിന് വേണ്ടി സിംഹക്കൂട്ടിലേക്ക് എറിഞ്ഞു കൊടുത്തിരുന്ന ഒരു കാലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഏകത്വവും മനുഷ്യരുടെ സമത്വവും ലോകത്തെ പഠിപ്പിക്കുന്നത്, മനുഷ്യരെ പഠിപ്പിക്കുന്നത്.